നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലൊരു പ്രതികരണമുള്ളത് കെ കേളപ്പൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, AKG, EMS ഒക്കെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ നിലപാടെടുത്ത കാലത്തിനും ഒത്തിരി മുമ്പ് അദ്ദേഹം കോൺഗ്രസ് വിട്ടിരുന്നു എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ ശബരിനാഥൻ ആദ്യ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നല്ലോ. EMS KPCCയുടെ വൈസ് അല്ല, ശ്രീ ജെയ്സി തോമസ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ തനിക്ക് ഇഷ്ടമുള്ള പേപ്പറുകൾ മാത്രം പഠിച്ച് കാണാപ്പാടം വന്ന് ഈ ചാനൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വലിയ ഒരു ആളോട് ഞാൻ പറയുകയാണ്. ഈ പറഞ്ഞ AKG, EMS അടക്കമുള്ള ആളുകളുടെ പൂർവ്വകാല ചരിത്രം നോക്കണം. അവരൊന്ന് കോൺഗ്രസ് ആയിരുന്നു. കേളപ്പജി അടക്കമുള്ള അതിന് മുമ്പുണ്ടായിരുന്ന സമരമടക്കം വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനുശേഷം നിങ്ങൾ EMS ഉണ്ടാക്കിയതാണല്ലോ പറഞ്ഞത്. സപ്തകക്ഷി മുന്നണിയല്ലേ, അതിനകത്ത് ലീഗ് ഉണ്ടല്ലോ. കോൺഗ്രസ് എവിടെയെങ്കിലും മലപ്പുറം ജില്ല വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? 969 മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും മുന്നിൽ നിന്നത് UDFന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗാണ്. അന്നവർ നിങ്ങളുടെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് ഒരിടത്തും മലപ്പുറത്തിനെതിരായിട്ട് നിന്നിട്ടില്ല. ഇവിടെ കേളപ്പജിയുടെ അവസാന കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവസാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും തളിക്ഷേത്രബന്ധത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വീണ്ടും കൊണ്ട് കോൺഗ്രസിന് മുന്നിൽ എത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ജെയ്സി തോമസ്, നിങ്ങളെക്കാൾ വിവരമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു അന്തരിച്ചു പോയി, സീതാറാം യെച്ചൂരി. ഇന്ത്യയിൽ RSSനെ ഓടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയുടെ അവസാനം വന്ന ശ്രീ സീതാറാം യെച്ചൂരിയാണ് ഏറ്റവും മിടുക്കനായി, ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള, വിവരമുള്ള, വിവേകമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഞാൻ കാണുന്നത്. അല്ല നിങ്ങളെപ്പോലെ അറിഞ്ഞു പഠിച്ച 2 ഫാക്റ്റും പഠിച്ച് ആരെങ്കിലും വാട്സാപ്പ് ഇട്ടിരുന്നുകൊണ്ട് കമ്മ്യൂണിസം പറയുന്ന ആളുകളല്ല. ആ യെച്ചൂരിയോടും യെച്ചൂരിയുടെ രാഷ്ട്രീയ സ്കൂളിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസിന്റെ ന്യായം എന്താണെന്നുള്ളത്, കോൺഗ്രസിന്റെ സെക്യുലറിസം എന്താണെന്നുള്ളത്, കോൺഗ്രസിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ആ യെച്ചൂരി, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ യെച്ചൂരി രാഹുൽ ഗാന്ധിയോടൊപ്പം ആ മഞ്ഞത്ത് കശ്മീരിൽ പോയപ്പോൾ ഒരുമിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇലക്ഷന് പോകാത്തൊരു മുഖ്യമന്ത്രിയുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഇലക്ഷന് ശേഷം മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോകാതെ മലേഷ്യയിൽ പോയ ആളാണ്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാ സമ മനസ്സുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് പോയപ്പോൾ KCR എന്ന് പറഞ്ഞ BJPയുടെ B ടീമായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ ഓഫീസിന് തറക്കല്ലിടാൻ പോയ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ്? സംഘപരിവാറിന്റെ ആള്. പിന്നെ മലപ്പുറത്തിന്റെ കാര്യം പറയുന്നു. ഇവിടെ മലപ്പുറത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള രേഖകൾ, ഇപ്പോൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകളാണെന്നുള്ള തെറ്റുവരെ പറഞ്ഞ് നിങ്ങളല്ലേ? നിങ്ങൾ സർക്കാർ രേഖ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പോലീസ് രേഖ നോക്കിയിട്ടുണ്ടോ? ക്രൈം കേസിന്റെ ഡേറ്റാബേസ് നോക്കിയിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ജില്ലയാണ് മലപ്പുറം. മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ CPM-ഓ അല്ല, അൻവറാണ് മലപ്പുറം ജില്ലയിൽ കൂടുതലായി കേസുകൾ ചാർജ് ചെയ്യുന്നു. മലപ്പുറത്തെ പ്രത്യേക നിലയിൽ ക്രൈം റേറ്റ് ഏറ്റവും കൂടുതൽ ജില്ലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പാർലമെന്റിൽ ചോദ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള ജില്ല ഏതാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈം ചുമത്തപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ മലപ്പുറം എന്ന് വരുന്നൊക്കെ പറയുന്നത്. സർക്കാരിന് അങ്ങനെ വേർഷൻ ഇല്ല. അല്ല അഭിലാഷ്, ഞാൻ പറയാം, അല്ല അത് ഈ ജെയ്സി തോമസ് പറഞ്ഞ മഹാൻ അത് റെക്ടിഫൈ ചെയ്തോ? ഈ പറഞ്ഞ ഇത്രയും ചാനലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഈ വിഷയം വന്നതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും മലപ്പുറത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള രേഖയാണ്, അത് ഈ ഡേറ്റാബേസ് നോക്കുകയാണെങ്കിൽ 4ാമത്തേതാണെന്നുള്ള റെക്ടിഫിക്കേഷൻ അൻവറിനെതിരെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഏതെങ്കിലും CPM-ന്റെ ചാനൽ അവതാരകൻ വന്നിട്ടിരുന്ന ആ ഡേറ്റ റെക്ടിഫൈ ചെയ്തോ? വളരെ കൃത്യമാണ്. പിന്നെ നിങ്ങളെന്താ പറഞ്ഞത് ഇപ്പോൾ? അത് അഭിലാഷിന് തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങളിപ്പോൾ ആ റിലയൻസിന്റെ ഉദ്യോഗസ്ഥയോട് ന്യായീകരിക്കുകയാണ്. ജയിക്ക് ചോദിച്ചു, റിലയൻസിലൂടെ നേരിട്ട് നമ്മൾ രാഷ്ട്രീയ സംഘപരിവാർ അജണ്ട കൊണ്ടുവരികയാണെന്നുള്ളത്. എനിക്ക് സംശയമുണ്ട് ജയിക്ക്. കാരണം അഭിലാഷ് വരെ ഇപ്പം എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അഭിലാഷ് പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ പറഞ്ഞ കൈസൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് എൻ്റെ രീതിക്ക് അന്വേഷിച്ച് നോക്കി, അത്യാവശ്യം കാര്യങ്ങളും നോക്കി. കൈസന്റെ 74% ഷെയറുമുള്ളത് മറ്റൊരു കമ്പനിക്കാണ്. 24% ഷെയർ ഉള്ളത് ഈ പറഞ്ഞ ഇതിന്റെ ഓർഡർ വിനീത് ഹണ്ടയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമാണ്. കൈസൺ എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിക്കണം. റിലയൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്? എനിക്കറിയില്ല. റിലയൻസിന് ബന്ധമുണ്ട്. ചെറിയ കമ്പനികൾ ഫോം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനി അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അഭിലാഷ്, ഞാൻ മനസ്സിലാക്കുന്നത് 74% സ്റ്റേക്ക് ഉള്ളത് ഒരു വലിയ കമ്പനിക്ക്, 26% സ്റ്റേക്ക് ഉള്ളത് ഈ പറഞ്ഞ ഓണർഷിപ്പ് ഷെയർ. അവർ ഈ അടുത്ത കാലത്താണ് അവരുടെ ഒരു ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത് 74% സ്റ്റേക്ക് മറ്റൊരു ഹോൾഡിംഗ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഞാൻ തിരികെ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി
കേരള ഹൗസിന്റെ ഇടതുവശത്ത് മുഖ്യമന്ത്രിയും ഗവർണർക്കും മാത്രം താമസിക്കാനുള്ള ആ വലിയ ബംഗ്ലോയിൽ നിന്നുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കുമ്പോൾ തന്റെ ഇടതും വലതും ഇരിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ, മറ്റാളുകൾ വരുന്നത് ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അപ്രൂവലോടുകൂടി തന്നെ ഈ രണ്ടാളുകൾ പറഞ്ഞത്, ഈ കേരളത്തിൽ മുഖ്യമന്ത്രി എല്ലാവരും ഭയക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അനുവാദമില്ലാതെ ഒരു പേപ്പർ മൂവ് ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റുമോ? ജെയ്സി തോമസിന് അദ്ദേഹത്തിന്റെ PS-ന്റെയോ മറ്റേ ആളുടെ അനുവാദമില്ലാതെ അതിന് അടുത്ത് പോകാൻ പറ്റുമോ? അങ്ങനെയുള്ള സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്ന ഒരാൾ എഴുതി കൊടുക്കുന്ന പേപ്പർ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് ഒളിച്ചോടാൻ കഴിയത്തില്ല എന്നുള്ള കഷ്ടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇന്ന് ശ്രീ ജലീൽ പറഞ്ഞ എന്താണ്? ഇവിടെ അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ല, പക്ഷേ അൻവർ പറയുന്ന വിഷയങ്ങളോട് എനിക്ക് ചില കാര്യങ്ങളും യോജിപ്പുണ്ട്. RSS വിഷയം ഒരിക്കലും ADGP ചെയ്യാൻ പാടില്ലായിരുന്നു, അതിൽ പ്രത്യാശയോട് കൂടി തന്നെ ADGPക്കെതിരെ അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പല വിഷയങ്ങളിലും എനിക്ക് അൻവർ പറയുന്നതിനോട് യോജിപ്പില്ലെങ്കിൽ പലതിലും യോജിപ്പുണ്ട്. എവിടെയാണ് CPM-നെ അൻവർ അനുകൂലിച്ചത്? അല്ല, ഇന്ന് ജലീൽ അനുകൂലിച്ചത്, ജലീൽ ഇന്ന് സംസാരിച്ചത് CPI സംസാരിച്ചത് പോലെയാണ്. ഇന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു എന്താണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാളെ